ഡിയേഴ്സ്, മഹാലക്ഷ്മിയുടെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മോഹിനി തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് എല്ലാവരും ഉമ്മറത്തനുണ്ട്. അപ്പം ചോദിക്കുന്നുണ്ട്, എന്താ നീ ഇത്ര വൈകിയത്, അമ്പലത്തിലേക്ക് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നീ എവിടേക്കാണ് പോയതെന്നൊക്കെ ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, മഹാലക്ഷ്മിക്ക് തീരെ വയ്യ, ഇവിടുന്ന് പോയത് മുതൽ വയ്യാകിയാണ് അവൾക്ക്, ഞാൻ അവളുടെ അടുത്ത് കൂടി ഒന്ന് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര സന്തോഷമാണ്. അവരുടെ പണികളെല്ലാം മഹാലക്ഷ്മിക്ക് ഏറ്റു തുടങ്ങിയതിൻ്റെ ലക്ഷണമാണ് ഇതൊക്കെ അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഒന്നും അറിയാത്ത പോലെ മുത്തശ്ശിയും പ്രതാപനും കരുണയൊക്കെ ചോദിക്കുന്നുണ്ട്, അയ്യോ എന്താ പറ്റിയത്, എന്താ അവൾക്ക് പറ്റിയെന്ന് ചോദിക്കും. മോഹിനി പറയുന്നുണ്ട്, അവൾക്ക് എന്തോ പറ്റി, എന്തോ ഒരു വയ്യായികയാണ്, വയറ്റിനൊന്നും എന്തോ പിടിക്കാത്ത പോലെ തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, അയ്യോ ഞാനും അതേ പായസവും ചോറും ഒക്കെ കഴിച്ചതാണല്ലോ, എനിക്കൊന്നും ഇല്ലല്ലോ, പിന്നെ എന്താ അവൾക്ക് മാത്രം എന്ന് പറയുന്ന സമയത്ത് തന്നെ അവൾക്ക് പെട്ടെന്ന് ഒരു വയറുവേദന വരുന്നുണ്ട്. ആ വേദന എന്ന് പറഞ്ഞാൽ അവളെ അങ്ങ് ഇല്ലാണ്ടാക്കുന്ന പോലത്തെ ഒരു വേദനയായിരുന്നു. അവൾ നേരെ പ്രതാപനോടും മുത്തശ്ശിനോടും പറയുന്നുണ്ട്, അയ്യോ എനിക്ക് തീരെ വയ്യ എന്നൊക്കെ പറയുന്നുണ്ട്. അവരാണ് അവളെയും പിടിച്ച് നേരെ അവിടെ പോയി ഇരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മോഹിനി കരുണേനെ തൊടുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ദേ നീ മാറി നിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ തനി സ്വഭാവം എടുക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിലും മോഹിനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നുണ്ട്, സ്വന്തം മോളൊന്ന് തൊടാനോ അവൾക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ എന്തെങ്കിലും ചെയ്യാനൊന്നും പറ്റാത്തൊരു അമ്മയായിട്ടാണ് അവൾ സ്വയം കാണുന്നത് തന്നെ. പിന്നെ കാണിച്ചിട്ടുള്ളത് സാഗറിനെയാണ്. സാഗറിനെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അത് അന്വേഷിക്കാനായിട്ട് മാർക്കോയും പോയിട്ടുണ്ട്. മാർക്കോ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമ്പോൾ പോലീസ് പറയുന്നുണ്ട്, കഞ്ചാവ് കേസാണ്, എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം മാർക്കോ പറയുന്നുണ്ട്, സാഗർ വളരെ നല്ലവനാണ്, മഞ്ജുവിനെ കല്യാണം കഴിച്ചതിന് ശേഷം അവൻ ഇങ്ങനത്തെ ഒരു പരിപാടിക്കും പോയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പോലീസുകാരനാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല, അവൻ്റെ ഭാഗത്താണ് ശരിയെങ്കിൽ നീ അത് തെളിയിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മാർക്കോ ആണെങ്കിൽ വേഗം തന്നെ സാഗറിൻ്റെ അടുത്തേക്ക് പോയി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, എന്നെ നീ വെറുത്തോ, എന്നെ അടിക്കോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഞാനല്ല തെറ്റുകാരനെന്ന് മനസ്സിലാക്കണം. എന്നിട്ടാണെങ്കിൽ മാർക്കോനോട് പറയുന്നുണ്ട്, മഞ്ജു എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു സിഗരറ്റ് പോലും ഞാൻ വലിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത്രയും ഞാനിപ്പോൾ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നതാണ്, ഇതെന്തായാലും മേഘാന്തിൻ്റെ കിണി തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മാർക്കോ ആണെങ്കിൽ വേഗം തന്നെ തോമസ് വൈദ്യൻ്റെ അടുത്തേക്ക് പോയി തോമസ് വൈദ്യനോട് പറയുന്നുണ്ട്. അപ്പോൾ തോമസ് വൈദ്യൻ പറയൂ, എനിക്ക് എന്തായാലും അവനെ ഇനി ഡ്രൈവറായി നിർത്താൻ കഴിയില്ല, അവൻ ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ടുണ്ട്, എനിക്കത് കാണാതിരിക്കാൻ കഴിയില്ല. എന്തായാലും തോമസ് സാറിനോട് ഞാനൊന്നും പറയുന്നില്ല, അവനല്ല തെറ്റ് ചെയ്തെന്ന് സാറിനെ മനസ്സിലാക്കുന്ന സമയത്ത് അവനെ പൂർണ്ണമായിട്ടും സാറിന് വേണമെന്ന് തോന്നിയാൽ മാത്രം അവനെ എന്ത് ചെയ്താൽ മതി, ഇവിടെ ജോലിക്ക് നിർത്തിയാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇന്ന് സാലറി കിട്ടുന്ന ദിവസമായതുകൊണ്ട് തന്നെ മഞ്ജുവിനെയും കൂട്ടി പുറത്തൊക്കെ ഒന്ന് പോയിട്ട് ഒരു ഔട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടാണ് രണ്ടുപേരുള്ളത്. ഇതൊന്നും അറിയാണ്ട് മഞ്ജു ആണെങ്കിൽ ഭയങ്കരമായിട്ട് തയ്യാറാകുന്നുണ്ട് പുറത്ത് പോകാനായിട്ട്. മഞ്ജു ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് സാഗറിൻ്റെ കൂടെ പുറത്ത് പോകാനൊക്കെ ആയിട്ട്. അപ്പം ഇങ്ങനെ ആരോ കോളിംഗ് ബെൽ അടിക്കുന്ന സമയത്ത് മഞ്ജു ഇങ്ങനെ പറയുന്നുണ്ട്, ഓ സാഗരേട്ടനായിരിക്കും, നേരത്തെ ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് വന്ന സമയത്താണ് മാർക്കോയെ കാണുന്നത്. അപ്പോൾ മാർക്കോയെ കണ്ട സമയത്ത് മഞ്ജു വേഗം പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു സാഗരേട്ടനാണെന്ന്, ഇന്ന് വെളിയിൽ പോകാമെന്നൊക്കെ പറഞ്ഞതാണെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മുഖം അങ്ങ് മാറുന്നുണ്ട്. അപ്പോൾ മഞ്ജു ചോദിക്കുന്നത് എന്താ ചോദിക്കുമ്പോൾ അപ്പോൾ അവളോട് പറയുന്നുണ്ട്, സാഗറിൻ്റെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ കഞ്ചാവ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ മഞ്ജു ആകെ അങ്ങ് ഷോക്കാകുന്നുണ്ട്. സാഗർ എന്തായാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്നും ഇപ്പോൾ കല്യാണം കഴിച്ചതിന് ശേഷം സാഗർ നല്ല രീതിയിൽ മാറിയിട്ടുണ്ടെന്ന് മഞ്ജുവിന് നന്നായിട്ട് അറിയാം. അപ്പോൾ മഞ്ജു ഇങ്ങനെ മാർക്കോനോട് പറയുന്നുണ്ട്, എന്തായാലും സാഗരേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു വഴി നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. തോമസ് സാർ തന്നെ അവൻ്റെ സാലറിയാണിത്, അവൻ്റെ കയ്യിൽ ആദ്യമായിട്ട് കൊടുക്കണമെന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം, പക്ഷേ ഇപ്പോൾ തൽക്കാലം നീ വാങ്ങിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആ സാലറി അവൾക്ക് കൊടുക്കുന്നുണ്ട്. മേഘാതൻ്റെ ഈ കണിയിൽ നിന്ന് സാഗരൻ എങ്ങനെയായിരിക്കും എല്ലാവരും രക്ഷിക്കുക എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.